നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ? എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ്. അത് ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ തൊലിയൊക്കെ കറുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലതുപോലെ പഴുത്ത പഴമാണ് ഇത് ഞാനിപ്പോൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേ ഭാഗമൊക്കെ കേട് വന്നിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ 3 പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാത്രം അല്ലെങ്കിൽ നമ്മുടെ പുട്ടുകുറ്റിയില്ലേ, പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയാലും മതി. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. നല്ല പഴുത്ത പഴയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ പഴം കണ്ടില്ലേ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടും. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. മിക്സിയിലൊന്നും ഇട്ട് ഉടച്ചെടുക്കരുത്. ഇതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നട്ട്സാണ്. അത് ഓപ്ഷണലാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പഴുത്ത പഴയതുകൊണ്ട് കുറച്ച് ലൂസാണ്. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ചൊന്ന് കൈ കൊണ്ട് പരത്താൻ പറ്റുന്ന ഒരു പാകത്തിനല്ല ഇതുള്ളത്, കുറച്ചൊരു ലൂസാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാ നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മതിയാവും, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അഥവാ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ, അതായത് കൈകൊണ്ട് ബോൾ പോലെ ഷേപ്പൊക്കെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലൂസാണെങ്കിൽ മാത്രമേ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് റെഡിയാണ്. ഇനി കുറച്ച് കയ്യിൽ ഓയിൽ തടവിയിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അതായത് കട്ട്ലറ്റിനൊക്കെ ഷേപ്പാക്കുന്ന പോലെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ സാധാ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ആക്കുന്നത്. ഇതാ ഈ ഒരു ഷേപ്പിൽ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പഴത്തിൻ്റെ മാവ് കൊണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 പീസ് ബ്രെഡാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ബ്രെഡിന് പകരം ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ഇനി കുറച്ച് പാല് വേണം. ഒരു 1/4 കപ്പ് പാല് മതിയാവും. കൂടുതൽ പാലൊന്നും ആവശ്യമില്ല, ഒരു 1/4 കപ്പോളം മതിയാവും. ആദ്യം തന്നെ കുറേ പാലൊഴിച്ചിട്ട് വെറുതെ പാല് വേസ്റ്റ് ആക്കരുത്. അപ്പോൾ കുറച്ച് പാല്, ഒരു 1/4 കപ്പ് പാലൊക്കെ ആദ്യം ഒഴിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ആദ്യം പാലിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് വെക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന വിധത്തിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണേ. ബ്രെഡ് ക്രംസും പാലും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതും നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതായത് കോട്ട് ചെയ്തത് ഒന്നുകൂടി പാലിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി, അങ്ങനെ രണ്ടും തീരുന്നവരെ മുക്കിക്കൊണ്ടേ ഇരിക്കുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കോട്ടിങ്ങും കിട്ടും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് കോട്ട് ചെയ്തത്, ഒന്നുകൂടി കോട്ട് ചെയ്യുന്നത്. അങ്ങനെ ബ്രെഡ് ക്രംസും പാൽ ആ ഫസ്റ്റ് ഒഴിച്ച 1/4 കപ്പ് പാലില്ലേ, അത് മാത്രമേ ഉള്ളൂ, കൂടുതൽ എടുത്തിട്ടൊന്നുമില്ല. എന്നിട്ടും നമുക്ക് ബാക്കിയുണ്ട് ഇത്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. പഴത്തിൻ്റെ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് 3 പഴത്തിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗീയോ ബട്ടറോ ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗീയാണ് ചൂടാക്കുന്നത്. ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ഓയിലോ ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കേ. ഞാനിപ്പോൾ ഗീയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്
നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മുകൾ ഭാഗത്ത് കുറച്ച് ഗീയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഗീയൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് പകരം നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ല ഡീപ് ഫ്രൈ ചെയ്യാമെന്ന് അങ്ങനെ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് അല്ലേ. എപ്പോഴും ഉന്നക്കായും അതുപോലെ കായ വറുത്തതൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഗസ്റ്റിനൊക്കെ കൊടുത്ത് നോക്കൂ. അവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും നല്ലതുപോലെ ഇഷ്ടമാവും. പിന്നെ നട്ട്സ് ചേർത്തുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല കറുത്ത പഴത്തുകൊണ്ട് ആ പഴത്തിൻ്റെ ആ ടേസ്റ്റ് ഒട്ടും മാറാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.